24 ഇമ്പാക്ട് മലപ്പുറം തിരൂരങ്ങാടിയിലെ ജീർണാവസ്ഥയിലുള്ള പോലീസ് ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ക്വാർട്ടേഴ്സുകൾ ഉപയോഗിക്കാതെ നശിക്കുന്ന വാർത്ത 24 ആണ് പുറത്തുകൊണ്ടുവന്നത്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് മലപ്പുറത്ത്. നിഖിൽ, വിവരങ്ങൾ. 1991 പോലീസുകാർക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ വേണ്ടി അന്ന് ആഭ്യന്തര വകുപ്പ് നിർമ്മിച്ചു നൽകിയിരുന്ന 30 ക്വാർട്ടേഴ്സുകളാണ് ഇത്രയും വർഷമായി ആരും ഉപയോഗിക്കാനില്ലാതെ ജീർണാവസ്ഥയിലായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ വാരമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയെ ബന്ധപ്പെടുകയും ഇതിൽ അതീവ ജീർണാവസ്ഥയിലായ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൽ നവീകരിക്കേണ്ടതുണ്ടെങ്കിൽ, അതായത് നവീകരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നവയുണ്ടെങ്കിൽ അതിനെ പര്യാപ്തമാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നൽകിയിട്ടുള്ളത്. ഉപയോഗശൂന്യവും അപകടാവസ്ഥയിലുമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ പുതിയ നിർമ്മാണ പദ്ധതികൾക്ക് ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ജില്ലാ പോലീസ് മേധാവിയാണ് ആ റിപ്പോർട്ട് നൽകേണ്ടത്. അതിന് പിന്നാലെ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കുന്നത്. നമ്മൾ നൽകിയിരുന്ന ഒരു റിപ്പോർട്ടിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒരു കൂരയില്ലാതെ, സ്വന്തമായ ഒരു കൂരയില്ലാതെ കഴിയാൻ ഒരു ഇടമില്ലാതെ പ്രയാസപ്പെടുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ആഭ്യന്തര വകുപ്പ് തന്നെ നിർമ്മിച്ചു നൽകിയിരുന്ന 30ഓളം ക്വാർട്ടേഴ്സുകൾ, അത് ഒന്നിലധികം മുറികളുള്ള, ഒന്നിലധികം ഒരു കുടുംബത്തിൽ കൂടുതൽ ആളുകൾക്ക് താമസിക്കാനൊക്കെ കഴിയുന്ന മനോഹരമായിട്ടുള്ള ക്വാർട്ടേഴ്സുകളായിരുന്നു. എന്നാൽ ഇത് മതിയായിട്ടുള്ള പരിപാലനമോ മറ്റോ ഇല്ലാതെ വർഷങ്ങളായി ഇങ്ങനെ ജീർണാവസ്ഥയിലായി പോവുകയും അതോടൊപ്പം തന്നെ ഇഴജന്തുക്കളുടെ ഒക്കെ അടക്കം ഒരു കേന്ദ്രമായി മാറുകയുമായിരുന്നു. എന്തായാലും ആ കേന്ദ്രത്തിനാണ് ഇപ്പോൾ ശാപമോക്ഷമാകുന്നത് എന്നുള്ളത് തികച്ചും ആശ്വാസകരമായ വാർത്തയാണ്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.